ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ആദ്യം നോക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. Financial management may be defined as planning, organizing, directing and controlling financial activities in a business enterprise. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക, സംഘടിപ്പിക്കുക, നയിക്കുക, നിയന്ത്രിക്കുക എന്നിങ്ങനെ നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യാം. ഇൻ ദ വേർഡ്സ് ഓഫ് P.G. Hastings, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് റൈസിങ് ആൻഡ് സ്പെൻഡിങ് മണി. P.G. Hastings എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പണം സ്വരൂപിക്കുന്നതിനും ചെലവഴിക്കുന്നതിനുള്ള കലയായിട്ടാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ P.G. Hastings ഡിഫൈൻ ചെയ്തിരുന്നത്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് റൈസിങ് ആൻഡ് സ്പെൻഡിങ് മണി. According to Raymond Chambers, financial management may be considered to be the management of the finance function. Management of the finance function ആണെന്നാണ് റെയ്മണ്ട് ചേമ്പേഴ്സ് പറയുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച്. അതായത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ധനകാര്യ പ്രവർത്തനത്തിൻ്റെ മാനേജ്മെൻറ്റായിട്ട് കണക്കാക്കാമെന്നാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ ധനകാര്യ പ്രവർത്തനത്തിൻ്റെ മാനേജ്മെൻറ്റായി കണക്കാക്കാമെന്നാണ് റെയ്മണ്ട് ചേമ്പേഴ്സ് പറയുന്നത്. അതായത് ഇൻ ദ വേർഡ്സ് ഓഫ് ആർച്ചർ ആൻഡ് അംബ്രോസിയോ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് ദി പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഫങ്ഷൻസ് ടു ദി ഫിനാൻസ് ഫങ്ഷൻ. ആർച്ചർ ആൻഡ് അംബ്രോസിയുടെ വേർഡ്സിൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഫങ്ഷൻ ടു ദ ഫിനാൻസ് ഫങ്ഷൻ. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ആസൂത്രണ നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ പ്രയോഗമാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഫങ്ഷൻ ടു ദി ഫൈനാൻസ് ഫങ്ഷൻ. അടുത്തത് ഏരിയാസ് ഓഫ് ഫിനാൻസ് ഓർ ഫിനാൻസ് ഫങ്ഷൻ. ദ ഏരിയാസ് ഓഫ് ഫിനാൻസ് ഓർ ഫിനാൻസ് ഫങ്ഷൻ കവേഴ്സ് ദ ഫോളോയിങ് മേജർ ഡിസിഷൻസ്. ഫസ്റ്റ് വൺ, ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. സെക്കൻഡ് വൺ, ഫിനാൻസ് ഡിസിഷൻ. തേർഡ് വൺ, ഡിവിഡൻഡ് ഡിസിഷൻ. Fourth one, liquidity decision. Fifth one, decision regarding reporting, monitoring and controlling fund. അപ്പോൾ ഏരിയാസ് ഓഫ് ഫിനാൻസ് ഓർ ഫിനാൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത് അതിലെ മേജർ ഏരിയാസ് ഏതൊക്കെയാണ്? ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ലിക്വിഡിറ്റി ഡിസിഷൻസ് റിഗാർഡിംഗ് റിപ്പോർട്ടിംഗ്, മോണിറ്ററി ആൻഡ് കൺട്രോളിംഗ് ഫണ്ട്സ്. ഫസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ദീസ് ഡിസിഷൻസ് ആർ കൺസേൺ വിത്ത് ദി ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഇൻ വൺ ആക്ടിവിറ്റി ഓർ ദ അതർ. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഫണ്ടുകളുടെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഫോർ ദീസ്, ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ് ആൻഡ് കറൻറ്റ് അസറ്റ്സ് ഓഫ് ദി ബിസിനസ് ഹാവ് ടു ബി എസ്റ്റിമേറ്റഡ് ത്രൂ ദ ടെക്നിക് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് ലോങ് ടേം പ്ലാനിംഗ്. ഇതിനായി ബിസിനസ്സിൻ്റെ ഫിക്സഡ് അസറ്റിലും കറൻറ്റ് അസറ്റിലുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് ലോങ് ടേം പ്ലാനിങ്ങിൻ്റെ ടെക്നിക്കിലൂടെ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ ബിഫോർ ടേക്കിംഗ് എനി ഫൈനൽ ഡിസിഷൻ റിഗാർഡിംഗ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു അസസ് ദ റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫണ്ട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഫൈനൽ ഡിസിഷൻ, അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും റിലേറ്റീവ് പ്രോഫിറ്റബിലിറ്റി വിലയിരുത്തേണ്ടതും അത്യാവശ്യമാണ്. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അടുത്തത് ഫിനാൻസ് ഡിസിഷൻ. ദിസ് ഇൻവോൾവ് ദ ഡിറ്റർമിനേഷൻ as to how the total funds required will be made available through the issue of different securities. ഇഷ്യൂ ഓഫ് ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് വഴി ആവശ്യമായ ടോട്ടൽ ഫണ്ട്സ് എങ്ങനെ ലഭ്യമാക്കുമെന്ന് നിർണ്ണയിക്കുന്നത് ഫിനാൻസ് ഡിസിഷനിൽ ഉൾപ്പെടുന്നു. യൂഷ്വലി ദ കമ്പനി മേക്സ് ഇറ്റ്സ് ക്യാപിറ്റൽ ത്രൂ ദി ഡിഫറെൻറ്റ് സോഴ്സസ്. സാധാരണയായി കമ്പനി ഡിഫറെൻറ്റ് സോഴ്സിലൂടെയാണ് ക്യാപിറ്റൽ ഉണ്ടാക്കുന്നത്. ബട്ട് ബിഫോർ യൂസിങ് എനി പർട്ടിക്കുലർ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ, its relative cost of capital, degree of risk, control, etc. should be thoroughly examined. These all come within the limits of finance decision. എന്നാൽ ഏതെങ്കിലും പ്രത്യേക സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതിന് മുൻപ് അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ചിലവ്, ഡിഗ്രി ഓഫ് റിസ്കിൻ്റെ അളവ്, കൺട്രോൾ മുതലായവ പരിശോധിക്കും. ഇതെല്ലാം ഫിനാൻസ് ഡിസിഷൻ്റെ പരിധിക്കുള്ളിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ഡിവിഡൻഡ് ഡിസിഷൻ. This relate with the dividend policy of the company. The dividend decision helps the management in the declaration and payment of
reasonable dividend to shareholders. Out of the available earnings, the financial manager must decide how much of the earnings should be distributed as dividend to the shareholders and how much should be retained in the business for meeting ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ദി ഫണ്ട്സ്. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഡിവിഡൻഡ് ഡിസിഷൻ മാനേജ്മെൻറ്റിന് ഷെയർ ഹോൾഡേഴ്സിന് ന്യായമായ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിലും നൽകുന്നതിലും ഹെൽപ്പ് ചെയ്യുന്നു. വരുമാനത്തിൽ നിന്ന് വരുമാനത്തിൻ്റെ എത്ര ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നും ഫ്യൂച്ചറിലെ ഫണ്ടുകളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിനായി ബിസിനസ്സിൽ എത്രത്തോളം റീറ്റെയിൻ ചെയ്യണമെന്നും ഫിനാൻഷ്യൽ മാനേജർ തീരുമാനിക്കും. ലിക്വിഡിറ്റി ഡിസിഷൻസ്. ദീസ് റിലേറ്റഡ് ടു മാനേജിങ് കറണ്ട് അസറ്റ്സ് ഓഫ് ദ ബിസിനസ് ഇൻ ഓർഡർ ടു മിനിമൈസ് ഐഡിയൽ ക്യാഷ് ആൻഡ് റെഡ്യൂസ് ദ ബർഡൻ ഓഫ് അൺനെസസറി കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ദ സർപ്ലസ്. ലിക്വിഡിറ്റി ഡിസിഷനിൽ ഐഡിയൽ ക്യാഷ് കുറയ്ക്കുന്നതിനും അതുപോലെ സർപ്ലസ് ക്യാഷിന് ധനസഹായം നൽകുന്നതിനുള്ള അനാവശ്യ ചെലവുകളുടെ ഭാരം കുറയ്ക്കുന്നതിനും ബിസിനസ്സിലെ നിലവിലെ കറണ്ട് അസറ്റ്സ് മാനേജ് ചെയ്യുന്നതിനും ലിക്വിഡിറ്റി ഡിസിഷനിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, ഡിസിഷൻ റിഗാർഡിംഗ് റിപ്പോർട്ടിംഗ്, മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് ഫണ്ട്സ്. ദീസ് ഫങ്ഷൻ എനേബിൾസ് എഫിഷ്യൻ്റ് ആൻഡ് ഇഫക്റ്റീവ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. എഫിഷ്യൻ്റ് ആൻഡ് ഇഫക്റ്റീവ് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്, കാര്യക്ഷമ ഫലപ്രദമായ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ ഇത് എനേബിൾ ആക്കുന്നു. ദിസ് ലീഡ്സ് ടു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്തിന്? ടു മാക്സിമൈസ് ദ ഫിനാൻഷ്യൽ റിട്ടേൺസ് ഓഫ് ദി ഓർഗനൈസേഷൻ. പരമാവധി സാമ്പത്തിക വരുമാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഏരിയാസ് ഓഫ് ഫിനാൻസ് ഓർ ഫിനാൻസ് ഫംഗ്ഷൻ ആണ് നമ്മൾ നോക്കിയത്. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ലിക്വിഡിറ്റി ഡിസിഷൻസ്, ഡിസിഷൻസ് റിഗാർഡിംഗ് റിപ്പോർട്ടിംഗ്, മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് ഫണ്ട്സ്. അടുത്തത് നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ ഓർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ബിസിനസ് ഫംഗ്ഷനാണ്. സ്പെഷ്യലൈസ്ഡ് ബിസിനസ് ഫംഗ്ഷനാണ്. ഇത് മൊത്തത്തിലുള്ള മാനേജ്മെൻറ്റിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇത് പൂർണ്ണമായും ഇൻഡിപെൻഡൻ്റ് ഏരിയ അല്ല. ഇക്കണോമിക്സ്, അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് തുടങ്ങിയ വിഷയങ്ങളെ ഇത് വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നാച്ചർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആർ: first one, management of money. Second one, financial planning and control. Third one, determination of business success. Fourth one, focus on decision making. Fifth one, centralized in nature. Sixth one, continuous administrative function. Seventh one, multidisciplinary. First one, management of money. Management of money എന്ന് പറയുമ്പോൾ financial management is essentially an art and science of management of money or fund or resources. Management of money or fund or resources. It deals with the problems of money or finance in a firm. ഒരു ഫേമിലെ പണത്തിൻ്റെയും അതുപോലെ ഫിനാൻസിൻ്റെയും പ്രോബ്ലംസ് കൈകാര്യം ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സെക്കൻഡ് വൺ, ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് ഫിനാൻസ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നത് ഫിനാൻസിൻ്റെ ആസൂത്രണത്തിലും നിയന്ത്രണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. തേർഡ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് ബിസിനസ് സക്സസ്. ഡിറ്റർമിനേഷൻ ഓഫ് ബിസിനസ് സക്സസ്. നമുക്കറിയാം, വിജയത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ഫിനാൻസാണ്. ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിൽ ഫിനാൻസ് മാനേജർ ഒരു ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്നുണ്ട്. Fourth one, focus on decision making. In financial management, the focus is on financial decision making. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫോക്കസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇറ്റ് ഗീവ്സ് അനാലിസിസ് ഓഫ് ഡാറ്റ വിച്ച് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഫിഫ്ത്ത് വൺ, സെൻട്രലൈസ്ഡ് ഇൻ നാച്ചർ. Unlike other functional areas like production and marketing, financial management is centralized in nature. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഇൻ നാച്ചറാണ്. ഇൻ ഫിനാൻസ് ഫംഗ്ഷൻ ഡീസെൻട്രലൈസേഷൻ ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ. ഡീസെൻട്രലൈസേഷൻ ഫിനാൻസ് ഫംഗ്ഷനിൽ പ്രാക്ടിക്കബിൾ അല്ല. അടുത്തത് കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ.
ഇൻ മോഡേൺ ടൈംസ് ഫിനാൻസ് ഈസ് എ കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ. ഈ ആധുനിക കാലത്ത് ഫിനാൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദി പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്, സോഴ്സ് ഓഫ് ഫണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എക്സെട്ര. ഫണ്ട് സംഭരണം, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്, അതുപോലെ ഫണ്ടിൻ്റെ ഉറവിടം, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ മുതലായവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്. അടുത്തത് മൾട്ടി ഡിസിപ്ലിനറി. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡ്രോസ് ഹെവിലി ഓൺ റിലേറ്റഡ് ഡിസിപ്ലിൻസ് സച്ച് ആസ് ഇക്കണോമിക്സ്, അക്കൗണ്ടിംഗ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ഓപ്പറേഷൻ റിസർച്ച് എക്സെട്ര. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നത് എക്കണോമിക്സ്, അക്കൗണ്ടിംഗ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ഓപ്പറേറ്റിംഗ് റിസർച്ച് തുടങ്ങിയ അനുബന്ധ വിഷയങ്ങളെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻസ് ഫങ്ഷൻ ഓർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്സ് ആർ ഒന്ന് മാനേജ്മെൻറ്റ് ഓഫ് മണി, ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, ഡിറ്റർമിനേഷൻ ഓഫ് ബിസിനസ് സക്സസ്, ഫോക്കസ് ഓൺ ഡിസിഷൻ മേക്കിംഗ്, സെൻട്രലൈസ്ഡ് ഇൻ നാച്ചർ, കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ, മൾട്ടി ഡിസിപ്ലിനറി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഇൻ എ ബിസിനസ് എൻ്റർപ്രൈസ്. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് റൈസിങ് ആൻഡ് സ്പെൻഡിങ് മണി. പിന്നെ നോക്കിയത് ഏരിയാസ് ഓഫ് ഫിനാൻസ് ഓർ ഫിനാൻസ് ഫങ്ഷൻ. ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ലിക്വിഡിറ്റി ഡിസിഷൻ, ഡിസിഷൻ റിഗാർഡിംഗ് റിപ്പോർട്ടിംഗ്, മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് ഫണ്ട്സ്. പിന്നെ നോക്കിയത് നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻസ് ഫങ്ഷൻ ഓർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതിൽ മാനേജ്മെൻറ്റ് ഓഫ് മണി, ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, ഡിറ്റർമിനേഷൻ ഓഫ് ബിസിനസ് സക്സസ്, ഫോക്കസ് ഓൺ ഡിസിഷൻ മേക്കിംഗ്, സെൻട്രലൈസ്ഡ് ഇൻ നാച്ചർ, കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ, മൾട്ടി ഡിസിപ്ലിനറി. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നോക്കിയത്. താങ്ക് യു.